അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജീവിവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭൂമിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് എക്സിസ്റ്റ് ചെയ്യുന്നത് പരസ്പരം ആശ്രയിച്ചുകൊണ്ടാണ്, അതായത് ഒന്ന് മറ്റൊന്നിനെ ഭക്ഷിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ജീവിവർഗ്ഗങ്ങൾ ഒന്ന് മറ്റൊന്നിനെ ഭക്ഷിക്കുന്ന സമയത്ത് ക്രിയേറ്റ് ആകുന്നതാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കൺസെപ്റ്റ് ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അങ്ങനെ ക്രിയേറ്റ് ആകുന്നതാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ചെയിനുകൾ കൂടി ചേർന്നുകൊണ്ടാണ് പിന്നീട് ഫുഡ് വെബ് രൂപം കൊള്ളുന്നത്. അപ്പോൾ ഈ ഫുഡ് വെബിനെ പ്രധാനമായിട്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നിനെ ലാൻഡ് ബേസ്ഡ് ആയിട്ടും രണ്ടാമത്തതിനെ വാട്ടർ ബേസ്ഡ് ആയിട്ടും. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാനുള്ള കാരണവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ലാൻഡിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഫുഡ് ചെയിൻ ആരംഭിക്കുന്നത് ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നാണ്. ഓക്കെ, ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് നമ്മൾ പറയും. സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം ആഗിരണം ചെയ്തുകൊണ്ട് സ്വയം ഭക്ഷണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓട്ടോട്രോപ്സ് എന്ന് പറയും. അതും കൂടെ ശ്രദ്ധിക്കണേ, ഈ ചെടികൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വയമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നവരെയാണ് നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഓട്ടോട്രോപ്സിൽ നിന്ന് ആരംഭിക്കുന്നതാണ് ലാൻഡിൽ വരുന്ന പ്രധാനമായിട്ട് വരുന്ന ഈ ഒരു ഫുഡ് വെബുകൾ എന്ന് പറയുന്നത്. ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഫുഡ് വെബുകൾ ലാൻഡിൻ്റെ കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോട്രോപ്സിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. എന്നാൽ അതേസമയം നമ്മൾ വാട്ടറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അക്വേറ്റിക് ബോഡീസിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, വാട്ടർ ബോഡീസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും ഇത് ആരംഭിക്കുന്നത് ഡെട്രീറ്റസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ഡീക്കേയിങ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ നിന്നാണ്. അതായത് ചത്തുപോയിട്ടുള്ള മത്സ്യങ്ങൾ അല്ലെങ്കിൽ ജൈവ അവശിഷ്ടങ്ങൾ ഇതിനെയൊക്കെ ഭക്ഷിച്ചുകൊണ്ടാണ് അവിടുത്തെ ഫുഡ് ചെയിൻ ആരംഭിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ ഇതുപോലെ ചത്തുപോയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയതായിട്ടുള്ള അവശിഷ്ടങ്ങളൊക്കെ ഭക്ഷിച്ചുകൊണ്ടായിരിക്കും മീനുകളൊക്കെ ഉണ്ടാകുന്നത്. ആ ചെറിയ മീനുകളെ വലിയ മീനുകൾ ഭക്ഷിക്കും. ഇങ്ങനെയാണ് അക്വാറ്റിക് അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലുള്ള ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഫുഡ് വെബ് നിലനിൽക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, വെള്ളത്തിൽ ഒരുപാട് ചെടികളൊന്നും വളരില്ല. പിന്നെ പ്രധാനമായിട്ടും അവിടെ വരുന്നത് ആൽഗ അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പറയുന്ന ഫൈറ്റോ പ്ലാങ്ക്ടൺസിനൊക്കെ ചെറിയ മീനുകൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലേ എന്നുള്ളത്. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫൈറ്റോ പ്ലാങ്ക്ടൺസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ചെറിയ മീനുകളെക്കാളും അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ വലുതാണ്. അപ്പം ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സമുദ്രത്തിലുള്ള ആ ഒരു വെബ് അല്ലെങ്കിൽ ആ സമുദ്രത്തിൽ വരുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇപ്പം തിമിംഗലം പോലെയുള്ള അല്ലെങ്കിൽ ബ്ലൂ വെയിൽ പോലെയുള്ള ഓർഗാനിസംസ് ഒക്കെ മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ചാവുന്ന സമയത്ത് അത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോവുകയും അത് വിഘടിക്കുകയും ചെയ്യും. വിഘടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ അവശിഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. അതായിരിക്കും പ്രധാനമായിട്ടും മത്സ്യങ്ങൾ ഭക്ഷിക്കുന്നത്. ആ മത്സ്യങ്ങളെയായിരിക്കും മറ്റ് മത്സ്യങ്ങൾ ഭക്ഷിക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു ഭക്ഷ്യ ശൃംഖല അവിടെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡെട്രീറ്റസ് എന്ന് വിളിക്കുന്നത്. ഡെട്രീറ്റസ് ഭക്ഷ്യ ശൃംഖലയാണ് ജലത്തിൽ വരുന്നത് അല്ലെങ്കിൽ അക്വേറ്റിക് ബോഡീസിൽ വരുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കണം. അതുകൊണ്ടാണ് ലാൻഡിനെയും വാട്ടറിനെയും നമ്മൾ രണ്ടായിട്ട് തന്നെ പരിഗണിക്കുന്നത്. ഇനി ഇതിൽ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഗ്രേസിംഗ് ഫുഡ് ചെയിൻസിലാണ്. കാരണം പ്ലാന്റ്സിനെ സംബന്ധിച്ചിട്ട് സൂര്യനിൽ നിന്ന് കിട്ടുന്നതിൻ്റെ വലിയ ഭാഗം എനർജി അവർക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന ഭക്ഷ്യശൃംഖലയിലെ ഓരോ തട്ടിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക് ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രോപ്പിക് ലെവൽസ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ട്രോപ്പിക് ലെവൽസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഓരോ ട്രോപ്പിക് ലെവലിൽ നിന്നും അടുത്ത ട്രോപ്പിക് ലെവലിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനർജി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ട്രോപ്പിക് ലെവലിൽ നിന്ന് രണ്ടാമത്തെ ട്രോപ്പിക് ലെവലിലേക്ക് 10% എനർജി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രോപ്പിക് ലെവലുകൾ ഒരു ഫുഡ് ചെയിനിന് സാധാരണ ഉണ്ടാവാറില്ല. എന്നാൽ ഗ്രേസിംഗ് ഫുഡ് ചെയിനിലേക്ക് നോക്കുന്ന സമയത്ത് സസ്യങ്ങൾക്ക് കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഭക്ഷ്യ ശൃംഖല ആരംഭിക്കുന്ന സമയത്ത് തന്നെ അവിടെ എനർജി കമ്പാരറ്റീവ്ലി കൂടുതലാണ്. അതുകൊണ്ട് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ ഉണ്ടാകുന്ന ട്രോപ്പിക് ലെവലുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഡെട്രീറ്റസ് ഫുഡ് ചെയിനേക്കാളും കൂടുതലായിരിക്കും. ഈ ഒരു ഇൻഫർമേഷൻ ഓർത്ത് വയ്ക്കണം. കാരണം ഇതൊക്കെ ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലകൾ നീളമേറിയ ഭക്ഷ്യശൃംഖലകളാണ്. ഇത് ചിലപ്പം അടുത്ത PSC എക്സാമിനേഷനിൽ ചോദിക്കുന്നത് അതിന് കാരണം എന്തെന്നായിരിക്കും. ഓക്കെ, അതായത് ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലകൾ നീളമേറിയ ഭക്ഷ്യശൃംഖലകളാണ്, അതിന് കാരണം എന്താണ്? അപ്പോൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻസിൽ ട്രോപ്പിക് ലെവൽസ് എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി കൂടുതലാണ്. അതിന് കാരണം എന്ന് പറയുന്നത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എനർജി കൂടുതലാണ്. അപ്പോൾ എനർജി ലോസ് വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഭക്ഷ്യശൃംഖലകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചധികം ട്രോപ്പിക് ലെവൽസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 4-5 ട്രോപ്പിക് ലെവൽസ് ഉണ്ടായിരിക്കും. എന്നാൽ ഒരു ഡെട്രീറ്റസ് ഫുഡ് ചെയിനാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ 3-4 ഒക്കെ വരുള്ളൂ.
ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, കാരണം ഇതിൽ ഏതെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ട് PSC നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. സോ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇവ ഊർജ്ജത്തിൻ്റെ പ്രാഥമിക സ്രോതസ്സായി സൗരോർജ്ജത്തെ നേരിട്ട് ആശ്രയിക്കുന്നു. ഈ സൗരോർജ്ജത്തിനെ അല്ലെങ്കിൽ സോളാറിനെ നേരിട്ട് ആശ്രയിക്കുന്നത് ഗ്രേസിംഗ് ഫുഡ് ചെയിനുകളാണ്, അല്ലെങ്കിൽ ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് ചെയിനുകൾ മാത്രമാണ് സോളാറിനെ അല്ലെങ്കിൽ സൗര എനർജിയെ നേരിട്ട് ആശ്രയിക്കുന്നത്. ഹരിതസസ്യങ്ങൾ മാത്രമല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്ലോറോപ്ലാസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനെ സഹായിക്കുന്നത്. ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് ഓർത്ത് വെക്കണം. ഇനി അതുപോലെ തന്നെ ഈ ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ നടക്കുന്ന മറ്റൊരു പ്രോസസ്സാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അതും ഈ പറയുന്ന പോലെ, യെസ് എക്സാക്ട്ലി, ഫോട്ടോസിന്തസിസ്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇതിലൂടെയാണ് ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബയോമാസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ആണ്. ഓക്കെ, കാർബൺ സംയുക്തങ്ങളാണ് ബയോമാസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ബയോമാസ് ആണ്, പ്ലാന്റ്സ് ബയോമാസ് ആണ്, ആനിമൽസ് ബയോമാസ് ആണ്. ആ ബയോമാസിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കാർബൺ സംയുക്തങ്ങളാണ്. കാർബണിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള രൂപത്തിലുള്ള കാര്യങ്ങളായിരിക്കും അതിൽ വരുന്നത്. രണ്ടാമത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് H2O അല്ലെങ്കിൽ വാട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്ത് വരുന്നുണ്ട്, ഈ പ്രകാശ സംശ്ലേഷണത്തിലൂടെ സ്വയം ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓട്ടോട്രോപ്സ് ആയിരിക്കും നമ്മുടെ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ്റെ ഒന്നാമത്തെ ഭക്ഷ്യ ശൃംഖലയെ അല്ലെങ്കിൽ ഫസ്റ്റ് ട്രോപ്പിക് ലെവലിനെ രൂപീകരിക്കുന്നത്. ഇതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അതിൽ പറഞ്ഞിരിക്കുന്ന അത്രയും ഇൻഫർമേഷൻസ് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അടുത്തത്, സസ്യഭോജികൾ അഥവാ പ്രാഥമിക ഉപഭോക്താക്കൾ ഉൽപ്പാദകരെ ഭക്ഷിക്കുകയും രണ്ടാമത്തെ ട്രോപ്പിക് ലെവൽ രൂപീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത് അവർ സ്വാഭാവികമായിട്ടും ഈ വെജിറ്റേറിയൻസ് ആയിരിക്കും. വെജിറ്റേറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രധാനമായിട്ടും ഈ ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ഓട്ടോട്രോപ്സിനെ ഭക്ഷിക്കുന്നവരാണ് ഈ പറയുന്നവർ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്തതാണ്, സസ്യഭോജികളെ ഭക്ഷിക്കുന്നവരാണ് പിന്നീട് വരുന്ന മാംസഭോജികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് എത്തുന്ന സമയത്ത് കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രൂപത്തിൽ മാംസത്തിലേക്ക് മാറുന്നുണ്ട്. കാരണം അവർ ഭക്ഷിക്കുന്നത്, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫുഡ് ചെയിൻ നോക്കുകയാണെങ്കിൽ പുല്ലുണ്ടായിരിക്കും, പുല്ലിനെ മുയൽ ഭക്ഷിക്കുന്നുണ്ടായിരിക്കും, മുയലിനെ ഈ പറയുന്ന പോലെ പുലിയോ മാനോ ഒക്കെ പുലിയോ അല്ലെങ്കിൽ സിംഹമോ ഒക്കെ ഭക്ഷിക്കുന്നുണ്ടായിരിക്കും. സോ അങ്ങനെയാണ് ആ ഒരു ഫുഡ് ചെയിൻ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. യെസ്, ഹെർബിവോർസ്, കാർണിവോർസ് നമ്മൾ എന്ത് ചെയ്യും, സാധാരണ അവിടെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യത്തിൽ വരുന്നത്. ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതും 2025 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ചോദ്യം പക്ക കൺസെപ്റ്റ് ബേസ്ഡും ആണ്. ഓക്കെ, എസ്പെഷ്യലി ഈ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നല്ല കൺസെപ്റ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എന്തുകൊണ്ട് ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖല നീളമേറുന്നു എന്നുള്ള കറക്റ്റായിട്ടുള്ള കൺസെപ്റ്റ് ഒരാൾക്ക് കിട്ടണം. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം,